ഇത്രയും പേര് കൂടിയാണ് ഗൈസ് പോകുന്നത്. പോയിട്ട് വരാം. സോ ഗൈസ് ഞാൻ അഖിലയുടെ വ്ലോഗിന്റെ കുറച്ച് ഭാഗം ചെയ്യാൻ. സോ ഗൈസ് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ഞങ്ങൾ എത്തുമ്പോൾ കാണിച്ചു തരാം. ലുലു ആണ് കേട്ടോ. അപ്പം നമ്മളെന്തായാലും കുറച്ച് സാധനങ്ങൾ എടുക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ ഞങ്ങൾ വെസ്റ്റ് സൈഡിൽ കയറി കുറച്ച് ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്തു. ഞങ്ങൾ ലുലുവിലേക്ക് വരാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ട്. വേറെ ആരുടെ അല്ല, നിയുൻ്റെ ആണ്. അപ്പോൾ നിങ്ങൾ ഓർക്കും നിയുൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞല്ലേ? അങ്ങനെയല്ല ഗൈസ്, നിയുൻ്റെ ചെറിയമ്മ അവൾ സേലത്ത് പഠിക്കുകയാണ് നഴ്സിങ്ങിന്. അപ്പം അവൾ ബർത്ത്ഡേ അന്ന് അവൾക്ക് എക്സാം ഉള്ളതുകൊണ്ട് അവൾക്ക് വരാൻ പറ്റിയില്ല. അപ്പം നമ്മൾ പ്ലാൻ ചെയ്തു, നമ്മൾ മൂന്നുപേരും കൂടി വേറൊരു ഡേ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം എന്നുള്ള പ്ലാനിലാണ് നമ്മൾ ലുലുവിലേക്ക് വന്നത്. അങ്ങനെ ഞങ്ങൾ ലുലുവിലേക്ക് പോയി. ഞങ്ങൾ മൂന്നുപേരും കൂടി കുറച്ച് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊരു കുഞ്ഞു കേക്ക് മേടിച്ച് കട്ട് ചെയ്യാമെന്നാണ് നമ്മുടെ പ്ലാൻ. അങ്ങനെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കേക്കൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കേക്കൊക്കെ സെലക്ട് ചെയ്തിട്ട് ഞങ്ങൾ നേരെ മേളിൽ ഫുഡ് കോർട്ടിലേക്ക് പോയി. ഫുഡും പർച്ചേസ് ചെയ്തിട്ട് ഞങ്ങൾ ഫുഡ് കോർട്ടിൽ പോയി ബില്ലടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ ഫുഡ് കോർട്ടിലെത്തി ഗൈസ്. അങ്ങനെ തപ്പി പിടിച്ചൊരു സീറ്റൊക്കെ കിട്ടി. ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. യെസ്, അങ്ങനെ ഞങ്ങൾ നിയുവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനാണ്. സോ കേക്കൊക്കെ നിയുവിൻ്റെ ചെറിയമ്മയും കൂടി കട്ട് ചെയ്യുവാണേ. അങ്ങനെ ഞങ്ങൾ കേക്ക് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. ഞങ്ങൾ വാങ്ങിച്ച ഫുഡൊക്കെ ഞങ്ങൾ കഴിച്ചിട്ട് ഞങ്ങളുടെ പരിപാടി ഇവിടെ അവസാനിപ്പിച്ചു. ദെൻ ഞങ്ങൾ തിരിച്ച് വാഷ്റൂമിൽ പോയി ഫേസൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് ടച്ചപ്പ് ഒക്കെ ചെയ്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഗൈസ്. സോ ഗൈസ്, ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. ബൈ.